ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ സാധ്യതകൾ മുറുകുന്നു എന്ന വാർത്ത വരുന്നു. ഹിസ്ബുള്ളയുടെ 1300-ലേറെ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു. വടക്കൻ ഇസ്രയേലിലെ സൈനിക പോസ്റ്റുകൾ തകർത്തെന്ന് ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നു. ലെബനിലെ 35 കുട്ടികളും 58 സ്ത്രീകൾ ഉൾപ്പെടെ 492 പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. വളരെ ഒരു വംശഹത്യ നടക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഇപ്പോൾ പി പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. ലെബനൻ നമ്മളെ ഷോക്ക് ഏൽപ്പിക്കുകയാണ്. ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കുന്ന പോലെ ബോംബാക്രമണം ഒക്കെ നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗസയിൽ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതാ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. അത് വല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ ഞാൻ സംസാരിക്കുമ്പോഴും ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ 1300 സ്ഥലങ്ങളിലാണ് അവർ ബോംബിട്ടതെന്നാണ് ഏറ്റവും അവസാനം വന്ന കണക്ക്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കണക്കനുസരിച്ച് 1600 ലൊക്കേഷൻ 1600 സ്ഥലങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടു. മരണസംഖ്യ ഉയരുകയാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 492 പക്ഷെ മരണസംഖ്യ അതിനേക്കാൾ അനൗദ്യോഗികമായി പറയുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. 500 കവിഞ്ഞിരിക്കുന്നു. വല്ലാത്ത രീതിയിലുള്ള ആശങ്കയും ഒക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ലെബനനെ കുറിച്ച് വായിക്കുമ്പോൾ ലെബനീസ് താഴ്വരകളിൽ ദേവദാരു പൂക്കുന്ന മനോഹരമായ ലെബനീസ് താഴ്വരകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് ചോരക്കളമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ 35-ലേറെ കുട്ടികൾ, 58 സ്ത്രീകളടക്കം 492 പേരാണ് സ്ഥിരീകരിച്ച മരണസംഖ്യ. അപ്പോൾ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നുണ്ട്. എന്തായാലും ഹസൻ നസ്രുള്ള പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നുവെന്ന് തന്നെയാണ്. അപ്പോൾ ഹിസ്ബുള്ള ഇതിനിടയിൽ 100 റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേലിൻ്റെ വെർഷൻ കഴിഞ്ഞ ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ച ശേഷം ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള 9000-ലേറെ റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലേക്ക് അയച്ചു. അതുകൊണ്ട് 60,000 പേർ അവിടെ നിന്ന് മാറ്റി താമസിക്കേണ്ടി വന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. അതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഞങ്ങൾ തിരിച്ചടിക്കുന്നതെന്നാണ് ഡാനിയൽ ഹാഗ്രി, അവരുടെ സ്പോക്സ് പേഴ്സൺ, ഇസ്രായേലിന് വേണ്ടി പറയുന്നത്. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ 700 റോക്കറ്റുകൾ അയച്ചു. ഇസ്രായേലിന് ഒരുപാട് നാശം സംഭവിച്ചിട്ടുണ്ട്. അവർ വാർത്തകൾ പക്ഷേ ഒരു പരിധി വിട്ട് പുറത്ത് പറയുന്നില്ല. എന്തായാലും ഓൾ ഔട്ട് വാർ പശ്ചിമേഷ്യ പുകയുകയാണ്. ഇതിലെ ഏറ്റവും അപകടകരമായ അവസ്ഥ ഹെസ്ബുള്ളയ്ക്കും ഹമാസിനും പിന്നിൽ ഇറാനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇസ്മയിൽ ഹനിയ ഹമാസിൻ്റെ നേതാവിനെ ഇറാനിലെ ടെഹ്റാനിൽ കൊലപ്പെടുത്തിയ ശേഷം അവർ ഏത് സമയവും യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഹെസ്ബുള്ളയുടെ ഈ സംഭവത്തോടെ ഇറാൻ ഒരു യുദ്ധത്തിനിറങ്ങിയാൽ അത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകാനുള്ള ഒരു വലിയ ആശങ്കാജനകമായ അവസ്ഥയുണ്ട്. ഉണ്ടാവാതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇറാൻ്റെ പിറകിൽ റഷ്യയും ചൈനയും ഉണ്ട്. ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് അമേരിക്ക ഇസ്രായേലിന് പിന്തുണയുമായിട്ട് രംഗത്തുണ്ട്. യൂറോപ്പിലെ പല രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകുമെന്ന ആശങ്ക ജനിച്ചിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ ഈ ലെബനനിലെ പുതിയ യുദ്ധമുഖം തുറക്കുമ്പോൾ എല്ലാവരും ഭീതിയോടെ കാണുന്നത്. 2006 ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ ശേഷം ഇത്രയും വലിയ ഒരു യുദ്ധ മുഖം തുറന്നിട്ടില്ല. പ്രത്യേകിച്ച് 80,000-ലേറെ ആൾക്കാരാണ് ലെബനിൽ നിന്ന് ജീവനും കൊണ്ട് ഈ മണിക്കൂറുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് ഇസ്രായേലിൽ നിന്നും 60,000 പേരും മാറിക്കഴിഞ്ഞു. എന്തായാലും യുദ്ധം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. താങ്ക് യു പി പി ജെയിംസ് ഈ അപ്ഡേറ്റ്സിന്.